സെഷൻ എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ആണ്. ഈ മെയിൻസ് ആൻസർ റൈറ്റിംഗ് തന്നെ നമ്മളൊരു മെയിൻസിന്റെ ആൻസറിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി സിവിൽ സർവീസിന്റെ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെയിൻസിന്റെ ആൻസറിന്റെ ക്വാളിറ്റിയും അതിന് കിട്ടുന്ന നമുക്ക് അവാർഡ് ചെയ്യുന്ന മാർക്കിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാർക്സിനെ, മെയിൻസിന്റെ മാർക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡെഫിനറ്റ്ലി കണ്ടന്റ് ആണ്. അതിനകത്ത് നോ ഡൗട്ട് ഡെഫിനറ്റ്ലി കണ്ടന്റ് തന്നെയാണ്. എന്നാൽ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന കണ്ടന്റിന് അതിന്റെ ഒരു പെർഫെക്റ്റ് സെൻസിൽ എക്സാമിനർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിന്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഇംപ്രഷൻ, ഈ പറയുന്ന രണ്ട് കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, സിവിൽ സർവീസിന്റെ മെയിൻസിൽ നമുക്ക് കിട്ടുന്ന മാർക്സിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, മെന്റേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് എന്ത് ചെയ്യാറുണ്ട്, ഈവൻ ലൈക്ക് ടോപ്പേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഡീകോഡ് ചെയ്തിട്ട് ഓരോ കമ്പോണന്റിനെ എടുത്തിട്ട് അവിടെ നമുക്ക് എന്ത് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്, ഈ ഒരു സെഷനിലൂടെ നോക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മെയിൻസ് ആൻസർ റൈറ്റിംഗ് സീരീസിലെ മൂന്നാമത്തെ മൊഡ്യൂൾ ആണ്. ഞാൻ പറയുന്നത് മൂന്നാമത്തെ സെഷൻ എന്നല്ല, മൂന്നാമത്തെ മൊഡ്യൂൾ ആണ്. ഓരോ മൊഡ്യൂളിലും നമുക്ക് എന്തുണ്ടായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ ആണ്. ഇഫ് പോസിബിൾ നിങ്ങൾ ബാക്കിയുള്ള മൊഡ്യൂൾസും കൂടെ എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ റൈറ്റിംഗിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കമ്പോണന്റ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് അതിന്ന് സ്റ്റുഡൻസിന് ഒരു ഇൻപുട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മോൾഡിങ്, ആൻസർ റൈറ്റിംഗിന്റെ ആ ഒരു മോൾഡിങ് അവരെ ഇത്രത്തോളം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു കോട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. വിതൗട്ട് റിഫ്ലക്ഷൻ വി ഗോ ബ്ലൈൻഡ്ലി ഓൺ അവർ വേ, creating more unintended consequences and failing to achieve anything useful. നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഹേർഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷൻ ആണ്. എല്ലാ അർത്ഥത്തിലും റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. ദെൻ ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി അതിന്റെ മാർക്ക് എന്താണ്, കുറവാണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇസ് ഓൾ അബൌട്ട് ദ മെയിൻസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ മെയിൻസിലെ ഈച്ച് ആൻഡ് എവറിത്തിങ് അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റാങ്കിൽ ഇന്നാണോ ഔട്ടാണോ, നമ്മുടെ പൊസിഷൻ എവിടെയാണ്, ഇതിനെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് വേണ്ടത് എന്നറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് പഠിച്ചിട്ട് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണം. ഈ ഒരു സെഷനിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. മെയിൻസ് ആൻസേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള മെയിൻസ് ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും. അതിന്റെ ബേസിൽ എങ്ങനെ നോട്ട്സ് മേക്ക് ചെയ്യണം, ആ മേക്ക് ചെയ്ത നോട്ട്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വീണ്ടും ആൻസേഴ്സ് ഇംപ്രൂവ് ചെയ്യണം. സോ ഇറ്റ്സ് ലൈക്ക് എ സൈക്ലിക് പ്രോസസ്. അതായത് വീണ്ടും വീണ്ടും ഒരു ഇംപ്രൂവൈസേഷൻ, കണ്ടിന്യൂസ് ഇംപ്രൂവൈസേഷൻ പ്രോഗ്രാം ഓൺ ആൻസർ റൈറ്റിംഗ് എന്ന് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഈ ഒരു സീരീസിലെ ബേസിക് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗിന്റെ ഏറ്റവും ബേസിക് ലെവലിൽ വരേണ്ട കാര്യങ്ങളിൽ മൂന്നാമത്തെ മൊഡ്യൂൾ ആണ്. ഓക്കെ, ടോട്ടൽ വരുന്ന മൂന്നാമത്തെ മൊഡ്യൂൾ ആണ്. അതിലെ ഫസ്റ്റ് സീരീസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, എന്നാലും ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി ഈ ഒരു സെഷനിൽ പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അപ്പം നമുക്കറിയാം ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷനിൽ എസ്പെഷ്യലി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് GS+ SA ആയിരിക്കും. ഓക്കെ, എസ്ഐക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സീരീസ് ഉണ്ട്. ബട്ട് എനിവേ എസ്ഐയുടെ ഒരു ജനറൽ സ്ട്രക്ചറും കൂടെ പറയും. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് GS പേപ്പർ 1 to 4 ആണ്. അപ്പൊ ഈ 4 പേപ്പറിലും നമ്മുടെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് ഒരേ സ്ട്രക്ചറിൽ പോയിട്ട് നമുക്ക് ഈ പറയുന്ന 4 പേപ്പറിലും ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഈ 4 പേപ്പറിലും വരുന്ന ക്വസ്റ്റ്യൻസും ഡിഫറെന്റ് ടൈപ്പ് ആണ്. അതായത് ഓരോ പേപ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ GS പേപ്പർ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കൾച്ചർ വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, സൊസൈറ്റി വരുന്നുണ്ട്. സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് നമുക്ക് ഫസ്റ്റ് പേപ്പറിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ക്വസ്റ്റ്യനും ഓരോ സബ്ജക്റ്റിലും വരുന്നതിന്റെ നേച്ചർ ഡിഫറെന്റ് ആണ്. ആ ഒരു നേച്ചർ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോഗ്രഫിയുടെ ഇപ്പം UPSCയുടെ മെയിൻസിന്റെ പേപ്പർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹിസ്റ്ററിയുടെ സെഷൻ ഉണ്ടായിരിക്കും, അതുപോലെ കൾച്ചറിന്റെ സെഷൻ ഉണ്ടായിരിക്കും, ദെൻ ജോഗ്രഫി ഉണ്ടായിരിക്കും, സൊസൈറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, മിക്സിംഗ് ഇല്ല. ഓക്കെ, അതായത് 10 മാർക്കിൽ ഈ ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കും, വീണ്ടും വരുന്ന 15 മാർക്കിൽ എന്തുണ്ടായിരിക്കും, ഇതേ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ടാവും.
അപ്പം നമ്മുടെ മൈൻഡിൽ നമ്മളൊരു റീ ഓറിയന്റേഷൻ വരുത്തണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിസ്റ്ററി കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഓറിയന്റേഷൻ ആവരുത് ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത്, ആ ഒരു ഓറിയന്റേഷൻ ആവരുത് നമ്മൾ സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത്. കാരണം ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ഞാൻ ജോഗ്രഫി സെക്ഷനിലേക്ക് കടക്കാൻ പോകണം, അപ്പൊ നമ്മൾ കൂടുതൽ മാപ്പ് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം എന്ന് കോൺഷ്യസ്ലി നമ്മൾ ആ ഒരു തോട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മറന്നുപോകും. ഞാൻ പറയുന്നത് റൈറ്റ് എക്സാമിനേഷൻ കണ്ടീഷനിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. UPSCയുടെ ആ ഒരു എക്സാമിനേഷൻ കണ്ടീഷനിൽ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 7 മിനിറ്റിൽ ആൻസർ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് തോട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് എന്തായാലും നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യില്ല, വരില്ല. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിന്റെ ഓറിയന്റേഷൻ ഓരോ ക്വസ്റ്റ്യൻ ഓരോ സെക്ഷൻ അനുസരിച്ചിട്ട് ആ ഒരു സഡൻ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യിച്ചെടുക്കണം. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എനിവേ ജസ്റ്റ് ഫോർ ദ സേക്ക് ഈ ഒരു സെക്ഷന്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ നേച്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് റീഡ് ചെയ്യാം. Constitutional morality is rooted in the Constitution itself and is founded on its essential facets. Explain the doctrine of constitutional morality with the help of relevant judicial decisions. So നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ, ഇത് ഏത് പേപ്പറിലാണെന്ന്? GS പേപ്പർ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് മെയിൻസിന്റെ സിലബസ് പഠിച്ച ഒരാൾക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് രണ്ടും UPSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. UPSC പേപ്പറിന് അതേപോലെ എടുത്ത ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ടൈപ്പ് ചെയ്ത് കേട്ടാൽ ആ പേപ്പറിന് അങ്ങനെ തന്നെ എന്ത് ചെയ്തത്, സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ദ ടേം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി? ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട്, ഹൗ ഡസ് വൺ അപ്ഹോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി? ഇതും ഏത് പേപ്പർ ആണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസും ഏത് പേപ്പർ ആണ്, GS 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ഇയർ അറിയാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഈ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് 2021 മെയിൻസ് എക്സാമിനേഷനിൽ GS പേപ്പർ 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം GS പേപ്പർ 2 പൊളിറ്റി സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2019 GS പേപ്പർ 4 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. GS പേപ്പർ 4 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 2 ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ കുറിച്ച് തന്നെയാണ്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ആൻസറിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടായിരിക്കണം, മാറ്റം ഉണ്ടായിരിക്കണം. കാരണം ഈ പറയുന്ന ഫസ്റ്റില് നിങ്ങളിപ്പോ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ജുഡീഷ്യൽ ഡിസിഷൻസ് അല്ലെങ്കിൽ പ്രൊണൗൺസ്മെന്റ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ പറയുന്ന GS പേപ്പർ 4 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം GS പേപ്പർ 4 വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എത്തിക്സിന്റെ കീ ടേംസ് ആണ്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡ്സ് അല്ലെങ്കിൽ എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്ന കീവേഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഹൗ വൺ ഷുഡ് അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന മൊറാലിറ്റികൾ എന്തൊക്കെയാണ്? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ അവിടെ എന്ത് പറയുന്നുണ്ട്, സെക്യുലറിസം പറയുന്നുണ്ട് അല്ലെ, സെക്യുലറിസം പറയുന്നുണ്ട്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണ്. അപ്പം അതൊരു പേഴ്സൺ അപ്ഹോൾഡ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഉണ്ടാവേണ്ട എത്തിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഹി ഷുഡ് ഹാവ് ദ ടോളറൻസ്. ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റണം. ഈ ഒരു പോയിന്റ് നമുക്ക് എവിടെ എഴുതാൻ പറ്റില്ല, ഈ പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും നമ്മുടെ ഓറിയന്റേഷൻ മാറണം. ഏത് പേപ്പറിലാണെന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നമ്മൾ ഓരോ ചോദ്യം എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് തന്നെ അനലൈസ് ചെയ്യും. ഓക്കെ, ഇതൊരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ടാണ് ഇതിന്റെ ഇൻ ഡെപ്തിലേക്ക് നമ്മൾ പോവാത്തത്. അപ്പം ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഇപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, വാട്ട് ഇസ് മീൻ ബൈ ദ ടേം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, അതിന്റെ ഒരു ഡെഫിനിഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്തൊക്കെയാണെന്ന്. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡയഗ്രാം വരച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, 1, 2 ഈ പറയുന്ന സെക്യുലറിസം ഉണ്ടായിരിക്കും, ഫ്രറ്റേണിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ ജനറലി പഠിക്കുന്ന ഡെമോക്രസി, ഇതൊക്കെ എന്താണ്, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ഇക്വാലിറ്റി വരുന്നുണ്ട്, ഓക്കെ, ഫെയർനെസ് അത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വരുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഓരോ ഒരു ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ വരുന്ന ഓരോ സിസ്റ്റം അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എങ്ങനെ അപ്ഹോൾഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എങ്ങനെ അപ്ഹോൾഡ് ചെയ്യും എന്നത് മാത്രമല്ല ഇവിടുത്തെ ചോദ്യം.
ഹൗ ഡസ് വൺ അപ്ഹോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യുന്നത് ആരെയാണ്? ഇൻഡിവിജ്വൽസിനെ മാത്രമാണോ? അല്ല, സ്റ്റേറ്റിനെ കവർ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെഫിനറ്റ്ലി കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, ഈവൻ ലൈക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മിനിസ്ട്രീസിന് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ജുഡീഷ്യറിയെ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഈവൻ ഫോറിനേഴ്സിനെയും ടു സം എക്സ്റ്റെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആപ്ലിക്കബിൾ ടു ദ ഫോറിനേഴ്സ്, ഏതൊക്കെയാണ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സെർട്ടൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലോസ് ഈവൻ ദ ഫോറിനേഴ്സ് ആർ സപ്പോസ്ഡ് ടു ഫോളോ. അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ആൻസേഴ്സിനെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? മാറ്റി ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യൻ എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആൻസേഴ്സ് വരേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ആൻസർ നോക്കാം. ഒരു ജനറൽ സ്ട്രക്ചർ നമ്മൾ സാധാരണ UPSC-യിലെ ഒരു ആൻസർ എന്തായിരിക്കും എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, പെർഫെക്റ്റ് സ്ട്രക്ചർ എന്നല്ല, ഒരു ജനറൽ സ്ട്രക്ചർ. സോ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ നേച്ചർ ഓഫ് ദ ഭക്തി ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദി ഇന്ത്യൻ കൾച്ചർ. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ഇയർ UPSC മെയിൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഞാൻ എടുത്തത് ഒരു ബിഗിനേഴ്സിനെ പോലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്റെ കീവേഡ്സ് വളരെ ക്ലിയർ ആണ്. ഇവാലുവേറ്റ് ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ ഡയറക്റ്റീവ് വേർഡ് എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ ഏത് ഫോർമാറ്റിലായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ടേം ആണ്, ദാറ്റ് ഇസ് കോൾഡ് ഡയറക്റ്റീവ്. സോ ഇവാലുവേറ്റ് ദി നേച്ചർ, ഇതാണ് കീവേഡ്, നേച്ചർ ഓഫ് ദ ഭക്തി ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ഇവിടുത്തെ രണ്ട് കീവേഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തത് നേച്ചർ ആണ്, രണ്ടാമത്തത് കോൺട്രിബ്യൂഷൻ ആണ്. ഇത് രണ്ടുമാണ് കീവേഡ്സ്. ഇതിന്റെ ഡയറക്റ്റീവ് വേർഡ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഓക്കെ, സോ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സെക്കൻഡ് അഡ്വാൻസ് സീരീസ് വരുന്ന സമയത്ത് കീവേഡ്സ് എന്തൊക്കെയാണ്, അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഡയറക്റ്റീവ് വേർഡ് എന്താണ്, അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ ആൻസർ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഭക്തി ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് ജനറൽ എന്ത് ചെയ്യാം? ഒരു ഇൻട്രോ വെച്ചിട്ട് തുടങ്ങാം. ഇഫ് പോസിബിൾ ഈ പറയുന്ന ഭക്തി ലിറ്ററേച്ചറിന് ഒരു ഇന്ത്യൻ കൾച്ചറിൽ ഇൻ ടോട്ടൽ എങ്ങനെയായിരുന്നു ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു ബന്ധം, ഇത് നമ്മളൊരു ഇന്റർ റിലേഷൻ വരുന്നുണ്ട്. കാരണം ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഭക്തി ലിറ്ററേച്ചർ വരുന്നത്. ഭക്തി ലിറ്ററേച്ചർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷനെ റീവാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഒരു റിനൈസൻസ് പ്രോസസ് ആണ് ഈ പറയുന്ന ഭക്തി ലിറ്ററേച്ചറിലൂടെ നടന്നിട്ടുള്ളത്. അപ്പം ഇത് തമ്മിലൊരു ഇന്റർ ട്വിന്നിങ് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഭക്തി ലിറ്ററേച്ചർ ഇസ് ഇന്റർ കണക്റ്റഡ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റെലവെന്റ് ആകുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻട്രോ നമുക്ക് ചോദ്യം മനസ്സിലായിട്ടുണ്ട് എന്ന് എക്സാമിനർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഇൻട്രോ കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതായിരിക്കണം നമ്മളൊരു ഇൻട്രോ എന്തായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഫസ്റ്റ് ഒരു സബ് ഹെഡിങ് കൊടുക്കണം. ഈ സബ് ഹെഡിങ് എന്തായിരിക്കണം? ആദ്യത്തെ കീവേഡ് ആയിരിക്കണം. ആ ക്വസ്റ്റ്യനിന്റെ അതേ ഓർഡറിൽ തന്നെ കീവേഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിലെ ആദ്യത്തെ കീവേഡ് എന്ന് പറയുന്നത് നേച്ചർ ആണ്. വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ഭക്തി മൂവ്മെന്റ്? ഭക്തി മൂവ്മെന്റിന്റെ നേച്ചർ എന്തായിരുന്നു? ഇതാണ് ഒന്നാമത്തെ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഭക്തി മൂവ്മെന്റിന്റെ കീവേഡ്സ്, ആ കീവേഡിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ നേച്ചർ എന്ത് ചെയ്യണം? 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമ്മൾ എഴുതണം. ഒന്നാമത്തെ നേച്ചർ എന്തായിരുന്നു, രണ്ടാമത്തെ നേച്ചർ അതിനെ വിത്ത് എക്സാമ്പിൾ, മൂന്നാമത്തത് വിത്ത് എക്സാമ്പിൾ, 4, 5. ഓക്കെ, സോ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? എല്ലാത്തിനും ഈ പറയുന്ന പോലെ എക്സാമ്പിൾസ് എഴുതണ്ട. ബട്ട് ഇഫ് പോസിബിൾ നിങ്ങൾ ഒരു 5 പോയിന്റ് എഴുതുന്നെങ്കിൽ 2 or 3 എണ്ണത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കണം. ഓക്കെ, 3 എണ്ണത്തിന് കൊടുക്കുന്നത് നല്ലത്. അറ്റ്ലീസ്റ്റ് 2 എണ്ണത്തിനെങ്കിലും നിങ്ങൾ എക്സാമ്പിൾസ് കൊടുത്തിരിക്കണം. ഈ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് എക്സാമിനർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാവും. അതായത് ഈ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്തി ലിറ്ററേച്ചറും ഇന്ത്യൻ കൾച്ചറും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്നറിയാം. അതിന്റെ നേച്ചർ ഓഫ് ദ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ ടു ദി ഇന്ത്യൻ കൾച്ചർ, കോൺട്രിബ്യൂഷൻ ടു ദി ഇന്ത്യൻ കൾച്ചറിന് ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ അതേപോലെ തന്നെ സെപ്പറേറ്റിംഗ് എഴുതും. എന്നിട്ട് അതിൻ്റെതും കൂടെ എഴുതുന്ന സമയത്ത് ഒറ്റയടിക്ക് ആ ഒരു സ്ട്രക്ചർ കാണുന്ന സമയത്ത് തന്നെ എക്സാമിനർക്ക് മനസ്സിലാവും, യെസ് ദ സ്റ്റുഡന്റ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ, ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റുഡ് ആൻഡ് ഹി ഹാസ് മെറ്റ് ദ ഡിമാൻഡ്. ആ ഒരു ഡിമാൻഡിനെ പെർഫെക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലാവും? എക്സാമിനർക്ക് മനസ്സിലാവും. സോ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും?
ഇംപ്രൂവ് ആവും. ഓക്കെ, ദെൻ ഫൈനലി എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊരു കൺക്ലൂഷൻ കൂടെ കൊടുക്കാം. സോ കൺക്ലൂഷൻ ഡിഫറെന്റ് രീതിയിൽ കൊടുക്കാം. ഒന്ന് ഈ കൾച്ചറിനെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഓറിയന്റേഷനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഓക്കെ, സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇതിനൊരു വാല്യൂ അഡീഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ എന്തുണ്ടായിരിക്കും, നമ്മളൊരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു മാപ്പ് അതെന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. അതിനൊന്ന് ഫെർദർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആൻസറിനെ ഒന്ന് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? അതായത് ജനറലി ഒരു UPSC ആസ്പിറന്റ് അല്ലെങ്കിൽ ഒരു UPSC, ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു നോർമൽ ആൻസർ എന്നുള്ള രീതിയിലല്ല, ഒരു ടോപ്പറുടെ ആൻസർ ആണ്. കാരണം അടുത്തത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ടോപ്പേഴ്സിന്റെ ആൻസേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് ഒരു ജനറൽ 10 മാർക്സിന്റെ ആൻസർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒന്ന് കാണാം. ഈ ഒരു പാർട്ടിലേക്ക് വരുന്നതിന് മുമ്പ്, ഇതാണ് ഇപ്പം ഒരു ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ആൻസർ കോപ്പി എന്ന് പറയുന്നത് ഇഷിത ശർമ്മ മാമിന്റെ ആൻസർ കോപ്പിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാം പെർഫെക്റ്റ് എക്സാം കണ്ടീഷനിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ആൻസർ ആണ് ഇത്. അതായത് വിഷന്റെ അഭ്യാസ് ടെസ്റ്റിന്റെ മാമിന്റെ ആൻസർ കോപ്പിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ആൻസർ സ്ട്രക്ചറിലേക്ക് വരാം. ഒരു സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് എക്സാമ്പിൾ discuss how the cultural tradition from various regions of India get reflected in regional music. Okay, so ഇവിടെ ചോദിച്ചിരിക്കുന്നത് റീജിയണൽ മ്യൂസിക് ആണ് അല്ലേ? റീജിയണൽ മ്യൂസിക്കിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, സോ റീജിയണൽ മ്യൂസിക്കിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ കൾച്ചറൽ ട്രഡീഷൻസുമായിട്ട്. നേരത്തെ എന്തായിരുന്നു, ഭക്തി മൂവ്മെന്റിന്റെ കൾച്ചറൽ ട്രഡീഷൻസുമായിട്ട്. ഓക്കെ, അത് UPSCയുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതൊന്ന് സെയിം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. വിത്ത് എക്സാമ്പിൾ ഡിസ്കസ് ഹൗ ദ കൾച്ചറൽ ട്രഡീഷൻ ഫ്രം വാരിയസ് റീജിയൻസ് ഓഫ് ഇന്ത്യ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ റീജിയണൽ മ്യൂസിക്. ഇതാണ് ചോദ്യം. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന കൾച്ചറൽ ട്രഡീഷൻസിനെയും അതുപോലെ തന്നെ റീജിയണൽ മ്യൂസിക്സിനെയും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തമ്മിലൊരു റിലേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഇൻട്രോയിൽ സാധിക്കണം. അതാണ് ഇവിടെ എക്സാക്ട്ലി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇന്ത്യ റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചർ. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും, ഇഷിത മാം ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ ട്രഡീഷൻസ്, അതിനെന്ത് ചെയ്തു, റീജിയണൽ മ്യൂസിക് ആയിട്ടുള്ള ബന്ധം വളരെ പെർഫെക്റ്റ് ആയിട്ട്. കാരണം ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി എന്നത് എക്സാമിനർക്കായ ഇൻട്രോയിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്, മാമിന് സാധിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് കൊടുത്തത് എന്താണ്, വാല്യൂ അഡീഷൻ പോയിന്റ്. മാപ്പ് വരച്ചു, അതിൽ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതേ സമയത്തും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, മാം കൊടുത്തിരിക്കുന്ന പോയിന്റ് ഒന്നും എന്തല്ല, അത്ര ഒരു വളരെ എന്താ പറയുക സൊഫിസ്റ്റിക്കേറ്റ് അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് അല്ല, വളരെ ജനറൽ ആയിട്ടുള്ള സാധനമാണ്. ഈ ഒരു സ്ട്രക്ചർ കൊണ്ട് എന്ത് ചെയ്യാണ്, എക്സാമിനറുടെ മൈൻഡിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് നോക്കുക. മാപ്പിൽ കൊടുത്തിരിക്കുന്നത്, ആദ്യം കൊടുത്തിരിക്കുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. ഇന്ത്യൻ കൾച്ചർ പഠിച്ച ഒരാൾക്ക്, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ പഠിച്ച ഒരാൾക്ക് അറിയാം, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട്, കർണാട്ടിക് മ്യൂസിക് ഉണ്ട്. രണ്ട് കൊടുത്തിട്ടുണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ശങ്കരദേവാസ് ഭവന, ആസാം റീജിയനിൽ വരുന്ന ശങ്കരദേവ, അദ്ദേഹത്തിന്റെ ഭവന കൊടുത്തിട്ടുണ്ട്. ദെൻ മീരാസ് ഭജന, അതായത് ഭക്തി മൂവ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും പഠിക്കുന്ന ഒരു പേരാണ് മീരാബായി. അവരുടെ സോങ്സ് ഭജന, അതും ജനറൽ പോയിന്റ് മാത്രമാണ്, സ്പെസിഫിക് ഉള്ളതില്ല. പിന്നെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് വന്ന പോയിന്റ് എന്ന് പറയുന്നത് പഹാഡി ഗീത് മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷിത മാമിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആയിരുന്നു, ഹരിയാന ഡൽഹി റീജിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയനിൽ നിന്ന് വരുന്ന പഹാഡി ഗീത് മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് മാം ഇൻക്ലൂഡ് ചെയ്തത്. ബാക്കി എല്ലാം ജനറൽ പോയിന്റ് ആയിരുന്നു. അത് എത്രത്തോളം ജനറൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ട്രൈബൽ മ്യൂസിക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ട്രൈബൽസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂസിക് ഏതാ എന്ന് പോലും മാം എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ട്രൈബൽ മ്യൂസിക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ആൻസർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലോങ് ലാസ്റ്റിംഗ്. എന്നിട്ട് എന്ത് ചെയ്തു, റിഫ്ലക്ഷൻ ഓഫ് ദി കൾച്ചറൽ ട്രഡീഷൻസ്, ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് കീവേഡ്. കാരണം അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, കൾച്ചറൽ ട്രഡീഷൻസ്. ഓക്കെ, സോ അതിന്റെ റിഫ്ലക്ഷൻ എങ്ങനെയാ എന്നത് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു, വിത്ത് എക്സാമ്പിൾസ് എന്ത് ചെയ്തു, കൊടുത്തു. ആ ഒരു കൾച്ചറൽ ട്രഡീഷൻ ഓരോ മ്യൂസിക്കിലും എങ്ങനെ വരുന്നു എന്നത് കൊടുത്തു. ദെൻ ഫൈനലി എന്ത് ചെയ്തു, ഈ ഒരു കൾച്ചറൽ ട്രഡീഷൻസിനെ എങ്ങനെ കൺസേർവ് ചെയ്യണം എന്നത് എന്ത് ചെയ്തു, ആൻസറിൽ കൊടുത്തു. ഓക്കെ, സോ ഇതാണ് മാമിന്റെ ആൻസർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്റെ ആൻസറും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതേ എക്സാമിനേഷന് വിഷന്റെ അഭ്യാസ് ടെസ്റ്റ് കഴിഞ്ഞ വർഷത്തെ മെയിൻസ് എക്സാമിനേഷന് മുമ്പായിട്ട് ഞാനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു,
എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന് എനിക്ക് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് ഇതെന്ന് പറയുന്നത്. ഇത് എന്റെ തന്നെ ആൻസർ കോപ്പിയാണ്, അതുകൊണ്ടാണ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മാം യൂസ് ചെയ്തിരിക്കുന്നത് ജെൽ പെന്നാണ്. ഞാനത് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ഞാൻ ചെയ്തൊരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. മാം യൂസ് ചെയ്തിരിക്കുന്നത് ജെൽ പെന്നാണ്. അത് സ്പെസിഫിക്കലി നിങ്ങൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രൈമാക്സിന്റെ ഇതുപോലത്തെ പെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ വേർഡ്സും എടുത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് നമ്മളെന്താ പണം സേവ് ചെയ്യുക എന്നൊക്കെ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്തത് 10 രൂപയുടെ വിലയുള്ള സാധാ ബോൾ പോയിന്റ് പെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഒരു കാര്യം അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, എടുത്ത് കാണിക്കുന്നില്ല. ഒരു കാര്യത്തിനെ പെർഫെക്റ്റ് ആയിട്ട് റീഡ് ചെയ്തെടുക്കാൻ എന്തുണ്ട്, പ്രയാസമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന പെന്നിലും എന്ത് ചെയ്യണം, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇഫ് പോസിബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, അല്പം പൈസ ആയാലും കുഴപ്പമില്ല, ഇതുപോലത്തെ ഒരു ട്രൈമാക്സോ അല്ലെങ്കിൽ പൈലറ്റ് V5 അല്ലെങ്കിൽ V7 പോലെയുള്ള പെന്നുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതിന്റെ റീഫില്ല് മാത്രം എന്ത് ചെയ്താൽ മതി, വാങ്ങി മാറ്റി ഇട്ടാൽ മതി. ഡെഫിനറ്റ്ലി ഇത്രത്തോളം ചേഞ്ച് എന്ത് ചെയ്യും, വിസിബിൾ ചേഞ്ച് ആൻസറിൽ എന്ത് ചെയ്യും, അത് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമ്മുടെ എന്റെ ആൻസറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക. വിത്ത് എക്സാമ്പിൾസ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ ഇന്റർ റിലേറ്റ് ചെയ്തു. ഓക്കെ, അതായത് മ്യൂസിക് ട്രഡീഷൻസിനെയും കൾച്ചറിനെയും കൂടെ എന്ത് ചെയ്തു, ഇന്റർ റിലേറ്റ് ചെയ്തു. ദെൻ രണ്ടാമത്തെ എന്ത് ചെയ്തു, കൾച്ചറൽ ട്രഡീഷൻസ് ഇൻ മ്യൂസിക്, കാരണം അതാണ് ചോദ്യം. അത് തന്നെ എന്ത് ചെയ്തു, സബ് ഹെഡിങ് ആയിട്ട് ആസ് സച്ച് കൊടുത്തു. അതായത് ക്വസ്റ്റ്യനിൽ എന്ത് കീവേഡ് ആണോ ചോദിച്ചിരിക്കുന്നത് അത് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ സബ് ഹെഡിങ് ആയിട്ട് വരണം. കാരണം അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നത് എക്സാമിനറെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക് സെയിം, കണ്ടില്ലേ, കർണാട്ടിക് മ്യൂസിക്. കാരണം നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരേ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ആയിരിക്കും. ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ, അതായത് ഒരു 7 മിനിറ്റിൽ, ജസ്റ്റ് എ സെക്കൻഡ്, ആ ഒരു 7 മിനിറ്റ് സെക്കൻഡിൽ നമ്മുടെ മൈൻഡിലേക്ക് ഇത്രത്തോളം പോയിന്റ്സ് മാത്രമേ വരുള്ളൂ. കാരണം ആ സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പം എൻ്റെ മൈൻഡ് സെറ്റും മാമിന്റെ മൈൻഡ് സെറ്റും നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചതിന്റെ ബേസിൽ ഈ ഒരു ചോദ്യം ആസച്ച് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പിന്നെ പഠിച്ചതിന്റെ ബേസിൽ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം എന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം ഞാൻ കൊടുത്തിരിക്കുന്ന ഒരുപാട് പോയിന്റ് സൗത്ത് നിന്നാണ്. കണ്ടില്ലേ, യക്ഷഗാന, ഭൂതപ്പാട്ട്, ദെൻ കർണാട്ടിക് മ്യൂസിക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന കൂടുതലും സൗത്ത് ഇന്ത്യൻ ആണ്. അപ്പൊ അതായത് നമ്മൾ എക്സാമിനേഷനിൽ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് ഒരു എക്സാമിനർക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കും ഇയാളുടെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഭൂതപ്പാട്ട്, അതും ഒരു ലോക്കൽ ട്രഡീഷനിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ലോക്കൽ ട്രഡീഷൻസിൽ നിൽക്കുന്ന ഒരു ഫോക്ക് സോങ് ആയതുകൊണ്ട് എക്സാമിനർക്ക് മനസ്സിലാവും ഇയാൾ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആൻസേഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. നോർത്തിൽ നിന്ന് എടുക്കണം, ഈസ്റ്റിൽ നിന്ന് എടുക്കണം, വെസ്റ്റിൽ നിന്ന് എടുക്കണം, സൗത്തിൽ നിന്ന് എടുക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ പൊളിറ്റിക്കലി എന്താ പറയുക ഇൻകറക്റ്റ് ആണെന്ന്, അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. ബട്ട് ദിസ് ഈസ് എ ഫാക്ട്. അതായത് ഓരോ മനുഷ്യനും ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള ബയാസ്നെസ് ഉണ്ടായിരിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമിനർക്ക് സൗത്തിനോട് അല്ലെങ്കിൽ ഒരു നോർത്തിനോട് ഒരു ബയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ പോലും അറിയാതെ ഈ ഒരു ആൻസറിൽ അത് റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ, അതിന് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റീജിയണൽ ഓറിയന്റേഷൻസ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആൻസർ എന്തായിരിക്കണം, അത്രത്തോളം ഡൈവേഴ്സ് ആയിരിക്കണം. അപ്പം നേരത്തെ മാമിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. മാമിന്റെ ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോർത്തിൽ നിന്നാണ് ആൻസേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത് വരുന്നത്. അതിലും സ്പെസിഫിക് ആയിട്ട് ഈ പറയുന്ന ഒരു റീജിയൻസിൽ നിന്നുള്ള പഹാഡി ഗീതാണ് വന്നിട്ടുള്ളത്. കാരണം അത് മാമിന്റെ നാറ്റീവ് പ്ലേസിൽ നിന്ന് വരുന്ന സോങ് ആയതുകൊണ്ട്. അപ്പൊ അതേപോലെ തന്നെ എൻ്റെ ഇതിലും അതേ റിഫ്ലക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ എക്സാമിനേഴ്സ് എന്ന് പറയുന്നത് അവർ ഒരുപാട് കാലമായിട്ട് ഡിഫറെന്റ് ആയിട്ട് ആൻസേഴ്സ് നോക്കുന്നുണ്ട്. അവർക്ക് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അവർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ഓറിയന്റേഷനും നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതൊന്നും നമുക്ക് എന്ത് ചെയ്യരുത്, ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ആവരുത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്, വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പോയിന്റ് എഴുതുന്നുണ്ട്, അതിന് എക്സാമ്പിൾ, അത് പോയിന്റ് എഴുതുന്നു, അതിന് എക്സാമ്പിൾ. സോ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിനും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾസ് കൊടുത്തിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതേ കാലം തന്നെ നിങ്ങൾക്ക് മാമിന്റെയിലും കാണാൻ പറ്റും എക്സാമ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ തന്നെ എന്ത് ചെയ്തു, ഇതാണ് ഒരു പെർഫെക്റ്റ് ആൻസർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ബേസിൽ നമുക്ക് എങ്ങനെ ഒരു നോട്ട് മേക്കിംഗ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യന്റെ ബേസിൽ അല്ലെങ്കിൽ അനാലജിയുടെ ബേസിൽ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ അടുത്തത് ആലോചിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ നോക്കുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതോടുകൂടിയിട്ട് എനിക്ക് മനസ്സിലായി
അപ്പം ഞാൻ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏതൊരു കൾച്ചറൽ അല്ലെങ്കിൽ ആർട്ട് ഫോംസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോലും അതിനെ എന്ത് ചെയ്യണം, കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കൾച്ചറൽ ആസ്പെക്റ്റും കൂടെ അനലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ ബേസിൽ പിന്നെ ഞാൻ നോട്ട് ഉണ്ടാക്കിയ സമയത്ത് ഈ പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതിൽ ആദ്യത്തത് വനാവൻ. ഓക്കെ, സോ വനാവൻ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീർ എന്നുള്ള ഒരു സോങ് ആണ്. ഓക്കെ, സങ് ഡ്യൂറിങ് ദി മാരേജ്. ദെൻ അടുത്തത് എന്ത് വരുന്നുണ്ട്, സോഹർ വരുന്നുണ്ട്, അത് ബീഹാറിൽ നിന്നാണ്, ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ ചൈൽഡ് ബർത്ത്. ദെൻ കൊഞ്ചം പർവ് വരുന്നുണ്ട്, അത് ഹീറോയിക് ബാറ്റിൽസ് ആണ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് കൊഞ്ചം എന്ന് പറയുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന തീംസ് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വടക്കൻ പാട്ടുകളും അല്ലെങ്കിൽ തെക്കൻ പാട്ടുകളും ഒക്കെ ആയിട്ട് ആ ഒരു സിമിലാരിറ്റി വരുന്ന ഒരു പാട്ടാണ് ഈ പറയുന്ന കൊഞ്ചം പർവ് എന്ന് പറയുന്നത്. ദെൻ ബൗൾ വരുന്നുണ്ട്. സോ ഈ ബൗൾ നിങ്ങൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഇറ്റ് ഹാസ് ദ മിക്സ്ഡ് എലമെന്റ്സ് ഓഫ് ദി താന്ത്രിക് ട്രഡീഷൻസിന്റെയും സൂഫിസത്തിന്റെയും വൈഷ്ണവിസത്തിന്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ട്രഡീഷൻ ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ബുദ്ധിസം ആൾസോ. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്, സൂഫിസത്തിന്റെ ഇൻഫ്ലുവൻസ് അവിടെ കാണാം, ബൗൾ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള സോങ്ങിൽ കാണാം. ദെൻ അടുത്തത് എന്തുണ്ട്, ഇറ്റ് ആൾസോ ഹാസ് ദിസ് ക്രേസി ഡിവോഷൻ ടു ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കബീർ. കബീർ ദാസിന്റെ സോങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ സൂഫി മൂവ്മെന്റിന്റെ കൾച്ചറൽ ട്രഡീഷൻസ് പറയുന്ന സമയത്തും എനിക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട്, അതായത് സൂഫിസത്തിന്റെ മ്യൂസിക്കിലുള്ള ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ബൗൾ സോങ്സ് ഫ്രം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. അതുകൂടെ ഞാൻ എന്ത് ചെയ്യും, മനസ്സിലാക്കി വയ്ക്കും. ദെൻ പിന്നെ വരുന്നതാണ് എന്ത്, പാണ്ഡവനി. അതിന്റെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു, ബ്രേവറി ഓഫ് ദ ഭീം. മഹാഭാരത ബേസ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ ഭീമിന്റെ ബ്രേവറിയാണ് എന്ത് ചെയ്യുന്നത്, പാണ്ഡവനി എന്ന് പറയുന്ന എസ്പെഷ്യലി ഛത്തീസ്ഗഡ് റീജിയനിൽ നിന്ന് വരുന്നതാണ് ആ ഒരു സോങ്ങിൽ വരുന്നത്. ദെൻ ഭൂതപാട്ട് വിച്ച് ഇസ് ലൈക്ക് ഡെവിൾ വർഷിപ്പിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ദെൻ അടുത്തത് ഭാവഗീതം, കർണാടകയിൽ നിന്ന് വരുന്നതാണ്. സോ ദാറ്റ് ഇസ് സോങ് ഇസ് വെരി മച്ച് ക്ലോസ് ടു ദി ഗയൽ, അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ ഗയൽ അല്ലെങ്കിൽ സൂഫിസത്തിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യാം ഇവിടെ കാണാം. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നേച്ചർ, ലവ്, ഫിലോസഫി, ഇതൊക്കെയാണ് ഇതിന്റെ തീംസ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് പാനിഹാരി. പാനിഹാരി എന്ന് പറയുന്നത് പാനി, ഐ മീൻ അല്പം ഹിന്ദി അറിയുന്ന ആളുകൾക്ക് അറിയാം, പാനി മീൻസ് വാട്ടർ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു റീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് റെയിൻ ആണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് രാജസ്ഥാൻ റീജിയൻ ആണ്. സോ രാജസ്ഥാനിൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ വാട്ടർ സ്കേഴ്സ് റീജിയൻ ആണ്. ഓക്കെ, വാട്ടർ സ്കേഴ്സ് റീജിയൻ ആണ്. സോ അവിടുത്തെ ഒരു സോഷ്യൽ കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന വാട്ടർ കളക്ട് ചെയ്യേണ്ടത്. അത് റെയിൻ വാട്ടർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് വാട്ടർ കളക്ട് ചെയ്ത് വരുന്ന ആയിക്കോട്ടെ, അത് ചെയ്യേണ്ടത് ആരാണ്, ഈ പറയുന്ന വുമൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ വൈൽ കളക്ടിങ് ദിസ് വാട്ടർ ദിസ് പെർട്ടിക്കുലർ സോങ് ഇസ് സിംഗ്. പാനിഹാരി സോങ് പാടുന്നത് അല്ലെങ്കിൽ പാനിഹാരി സോങ് ഇസ് റിലേറ്റഡ് ടു വാട്ടർ കളക്ടിങ് ആണ്. അത് അവിടുത്തെ വുമൻസ് ആണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, പാടുന്നത്. അപ്പൊ അതൊരു കൾച്ചറൽ ട്രഡീഷൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിന്റെ ഒക്കെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രത്തില് ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള സോങ്സ് ഇൻക്ലൂഡ് ചെയ്തു, ഡിഫറെന്റ് ആസ്പെക്റ്റിലുള്ള സോങ്സ് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, സോ ഇതല്ലാതെ വേറെ ഐ മീൻ ആസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. കാരണം ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിൽ നിന്ന് നിയോഗ് വരുന്നുണ്ട്. സോ നിയോഗ് ഇസ് റിലേറ്റഡ് ടു മാരേജ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വീണ്ടും കാര്യങ്ങൾ പറയാൻ പറ്റും. ബട്ട് ഓൾമോസ്റ്റ് എനിക്ക് എന്താ പറയുക, ഒരു ഡൈവേഴ്സ് ആയിട്ട് കാര്യങ്ങൾ കൊടുക്കണം എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കാര്യം എടുത്തു വെച്ചു. ഓക്കെ, അപ്പൊ എന്റെ നോട്ട് മേക്കിങ്ങിന്റെ ശൈലി മാറി. കൂടുതൽ ഡയഗ്രംസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, കുറെ കൂടെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട്, അതിന് ഇതുപോലെ പെർട്ടിക്കുലർ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ഇന്റർ റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നോട്ട്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ശ്രമിച്ചു. ഓക്കെ, ഇതാണ് മെയിൻസ് ടെസ്റ്റ് സീരീസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിൻസിന്റെ ആൻസേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് സീരീസിൽ വരുത്തേണ്ട മാറ്റം, ഓക്കെ സോറി നമ്മുടെ നോട്ട് മേക്കിംഗിൽ വരുത്തേണ്ട മാറ്റം. അപ്പൊ നമ്മുടെ നോട്ട്സ് എന്ത് ചെയ്തു, ഇംപ്രൂവ് ആയി. ഇനി വീണ്ടും ഇത് എങ്ങനെ ടെസ്റ്റ് സീരീസിലേക്ക് അപ്ലൈ ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. ഇത് UPSCയുടെ മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവാലുവേറ്റ് ദ നേച്ചർ ഓഫ് ദ ഭക്തി ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഇന്ത്യൻ കൾച്ചർ. ഓക്കെ, ഭക്തി ലിറ്ററേച്ചർ എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഭവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ എന്തുണ്ട്, കബീർ ദാസിന്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ കബീർ വാസ് ആൾസോ എ ഭക്തി സയന്റ്. ഓക്കെ, സൂഫിസത്തിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബട്ട് ഈവൻ ദോ ഭക്തിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു പോയിന്റിനെ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് വേറെ സ്ഥലത്തേക്കും എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, സോ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ആയിരുന്നു ഈ പറയുന്ന ബൗൾ എന്ന് പറയുന്നത്. അതിന്റെ എലമെന്റ്സിൽ സൂഫിസം വരുന്നുണ്ട്, വൈഷ്ണവിസം വരുന്നുണ്ട്, ബുദ്ധിസം വരുന്നുണ്ട്. സോ വൈഷ്ണവിസം ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഭക്തി മൂവ്മെന്റും കൂടെയാണ്.
അതും കൂടെ ഓർത്ത് വെക്കാം. സോ ഭവന എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ ടു ദി ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഏരിയയിൽ, എസ്പെഷ്യലി കോൺട്രിബ്യൂഷൻ ടു ദി ഇന്ത്യൻ മ്യൂസിക് ട്രഡീഷൻസിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കാം? ബൗൾ കൊടുക്കാം. ബൗൾ സോങ്സ് ഫ്രം വെസ്റ്റ് ബംഗാൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ലൈക്ക് എ വെരി യുണീക്ക് ആസ് വെൽ ആസ് ലൈക്ക് എ വെരി എൻറിച്ചിങ് point. Okay, considering it will be like a value addition to your answer. Okay, so ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ബേസിൽ നമ്മുടെ മെയിൻസിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നോട്ട് മേക്കിംഗ് എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്ത മെയിൻസിന്റെ നോട്ട് മേക്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സമയത്ത് എന്റെ അടുത്ത് വീണ്ടും ഇതേപോലത്തെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിന്റെ കൾച്ചറൽ കോൺട്രിബ്യൂഷന്റെ ചോദ്യം കൊടുക്കുകയാണെങ്കിൽ എന്റെ മാപ്പിൽ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ ഭൂതപ്പാട്ടും ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ ഞാൻ വനാവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇന്റൻഷനലി ശ്രമിക്കും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി എന്റേതിനെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കും. അതുപോലെ ഒരു ഓവറോൾ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വ്യൂ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ട് എന്ന ആ ഒരു കാര്യം കൂടെ എക്സാമിന് കാണിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും? അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു മെയിൻസ് ആൻസർ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ടതാണ്. അതായത് ഒരു സ്ട്രക്ചർ, ഇപ്പം 10 മാർക്കിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ കാര്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? രണ്ടാമത് വീണ്ടും ഒരു ചോദ്യം എടുക്കാം. ഓക്കെ, സോ ഈ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇഷിത മാമിന്റെ ആൻസർ ആണ്. സോ ഇതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് സോയിൽ? വാട്ട് ഇസ് സോയിൽ അമെൻമെന്റ്? ഇവാലുവേറ്റ് ദ ബെനിഫിറ്റ്സ് ആൻഡ് കൺസേൺസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇതും ഒരു 10 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, 10 മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ഇസ് സോയിൽ അമെൻമെന്റ്? ഇവാലുവേറ്റ് ദ ബെനിഫിറ്റ്സ് ആൻഡ് കൺസേൺസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്, 10 മാർക്കിന്റെ ചോദ്യം. ഓക്കെ, സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ട്, കാരണം മാമിന്റെ എല്ലാ ആൻസറിലും നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് വരുന്നത് ഇൻട്രോ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ അഡീഷൻ എന്നുള്ള രീതിയിൽ, നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? മാപ്പ് ആയിരുന്നു. ഇപ്പോഴത്തേതിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് എന്ത്? അതിന്റെ ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൺസേൺസ്, കാരണം അത് രണ്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ ബെനിഫിറ്റ്സ്, പിന്നെ കൺസേൺസ്. ആ രണ്ട് കീവേഡ്സിനെയും പെർഫെക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോക്സിൽ ഇട്ടിട്ട് ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് എക്സാമിനർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്തു? വളരെ ജനറൽ ആയിട്ടുള്ള ഒരു 3 to 4 ലൈൻസിലുള്ള ഒരു ഡെഫിനിഷൻ ആയിരിക്കും മാം എന്ത് ചെയ്തത്? കൊടുക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് ലൈക്ക് സോയിൽ അമെൻമെന്റ് ഇസ് ദി പ്രോസസ് ഓഫ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് ചേഞ്ചസ് ഇൻ ദി സോയിൽ പ്രൊഫൈൽ. ഇതാണ് മാം കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അങ്ങനെ സോയിൽ അമെൻമെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കൂടെ എന്ത് ചെയ്തു? കൊടുത്തു. ദെൻ ഇവിടെ എന്ത് ചെയ്തു? ബെനിഫിറ്റ്സ് കൊടുത്തു. അതിന് എക്സാമ്പിൾസും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ബെനിഫിറ്റിലേക്ക് വരുന്ന സമയത്ത് അതിനെ ഓരോ സെക്ടറൽ വൈസ് ആണ് മാം അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ നോക്കുക എക്കണോമിക്, എൻവിറോൺമെന്റൽ. ഓക്കെ, സോ ഈ രണ്ട് ബെനിഫിറ്റ്സ് ആണ് ആസ് സച്ച് മാം ആഡ് ചെയ്തിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസും കൊടുത്തു. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് എന്ത് ചെയ്യരുത്? ടൈം സ്പെൻഡ് ചെയ്ത് കളയാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഉള്ള സമയത്ത് ക്വസ്റ്റ്യന്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ 5 പോയിന്റ് എഴുതിയിട്ട് ഇതിന്റെ കൺസേൺസിലേക്ക് പോകും എന്നുള്ള ഒരു പിടിവാശി പാടില്ല. നിങ്ങൾക്ക് എന്താണോ വരുന്നത് അത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇതിന്റെ കൺസേണിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് നോക്കുക. കൺസേൺ എഴുതി, ഒന്നാമത്തത് എഴുതി, അതിന് എക്സാമ്പിൾ കൊടുത്തു. രണ്ടാമത്തത് എഴുതി, എക്സാമ്പിൾ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? ആൻസേഴ്സ് അത് അവിടെ വിട്ടിട്ട് പോവാണ് ചെയ്തത്. മൂന്നാമത്തത് എഴുതി, എക്സാമ്പിൾ ഉണ്ട്. നാലാമത്തതുണ്ട്, അതിന് ആൻസേഴ്സിന് എക്സാമ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും എക്സാമ്പിൾസ് കൊടുക്കണം എന്നല്ല, ബട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 to 3 പോയിന്റ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾസ് കൊടുക്കണം. ബിക്കോസ് ദാറ്റ് ഇസ് ലൈക്ക് ആൻ എൻറിച്ച്മെന്റ് ഫാക്ടർ. ഒരു ആൻസറിന്റെ എൻറിച്ച്മെന്റ് ഫാക്ടർ ആണ്. ദെൻ ഫൈനലി എന്ത് ചെയ്തു? അതിനൊരു കൺക്ലൂഷൻ കൂടെ കൊടുത്തു. ഇതാണ് മാമിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ഞാൻ എന്റെ ആൻസറും കൂടെ കാണിച്ചു തരാം. കാരണം ഈ ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓൾമോസ്റ്റ് മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പേപ്പർ ആണെങ്കിലും അതിനൊരു ഒബ്ജക്റ്റീവ് നേച്ചർ ഫൈനലായിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുന്ന സമയത്ത്. കാരണം സ്ട്രക്ചർ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫൈനൽ പാറ്റേൺ നോക്കുന്ന സമയത്ത് സെയിം സ്ട്രക്ചർ ആണ് വരുന്നത്. ഓക്കെ, രണ്ടുപേരും 2 ഡിഫറെന്റ് ലൊക്കേഷനിൽ ഇരുന്നിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അതും പെർഫെക്റ്റ് എക്സാം കണ്ടീഷനിൽ 7 മിനിറ്റ് 10 സെക്കൻഡ് എടുത്തിട്ട് എഴുതിയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോമൺ സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. കാരണം ഓൾമോസ്റ്റ് മെയിൻസ് എഴുതുന്ന എല്ലാവർക്കും ഇതേ ഒരു സ്ട്രക്ചർ ആയിരിക്കും. അവിടെ നമുക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ
നമ്മുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യണം പ്രസന്റേഷനും അതിനനുസരിച്ച് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. സോ എന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, സോ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. വാട്ട് ഇസ് സോയിൽ അമെൻമെന്റ്? അതിന്റെ ഡെഫിനേഷൻ കൊടുക്കണം. ഇവാലുവേറ്റ് ദ ബെനിഫിറ്റ്സ് ആൻഡ് കൺസേൺസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സോ അതിന് ഞാൻ കൊടുത്ത ഡെഫിനേഷൻ ഇതായിരുന്നു. സോയിൽ അമെൻമെന്റ് ഡിനോട്ട്സ് ദി എക്സ്റ്റേണൽ ആന്ത്രോപോജനിക് induced changes applied to soil in order to change or modify its composition, nature, structure and quality. സോ ഇതായിരുന്നു ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക റിവ്യൂ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. then അടുത്തത് അതിന്റെ ബെനിഫിറ്റ്സ് കൊടുത്തു. സോ കമ്പയർഡ് ടു ദി മാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ അഡീഷണൽ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ബെനിഫിറ്റ്സിലേക്ക് പോകുന്ന സമയത്ത് മാം ചെയ്തിരുന്നത് എക്കണോമിക് ആൻഡ് എൻവിറോൺമെന്റ് ബെനിഫിറ്റിലേക്ക് നിന്നു. അപ്പം ഇതിന്റെ പുതിയൊരു ഡയമെൻഷൻ, കാരണം ഒരു പൊളിറ്റിക്കലോ അല്ലെങ്കിൽ സോഷ്യലോ ആയിട്ടുള്ള സാധനങ്ങൾ ആസ് സച്ച് പിന്നെ തിങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബട്ട് നമ്മൾ ജനറൽ ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയാ ഒരു സബ് ഹെഡിങ്ങിന്റെ അണ്ടറിലേക്ക് വീണ്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് എനിക്ക് കുറെ കൂടെ ബെനിഫിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റിയത്, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന സമയത്ത് കൺസേൺസ്, ഡിഫറെന്റ് ആയിട്ടുള്ള കൺസേൺസ് ഒരു 4-5 കൺസേൺസ് കൊടുക്കുക. ഇഫ് പോസിബിൾ ഓരോ കൺസേൺസിനും എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് കൊടുത്തിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മാമോ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓവറോൾ ഒരു ആൻസറിലേക്ക് വരുന്ന സമയത്ത് അതിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു സെയിം പാറ്റേണിലേക്ക് തന്നെ എന്ത് ചെയ്യും വരും. അപ്പൊ അങ്ങനെ ഒരു നല്ല പാറ്റേണിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 4.5 മുതൽ ഹയസ്റ്റ് മാർക്ക് എന്നുള്ള രീതിയിൽ ഒരു 5.5 വരെയുള്ള മാർക്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സാധനം നിൽക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷനിൽ. കാരണം ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ബേസിക് സ്ട്രക്ചർ മാത്രമാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു 10 മാർക്കിന്റെ ചോദ്യമാണ്, ഇതൊരു ജനറൽ സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ കീവേഡ്സ് നമ്മൾ എഴുതുന്നു, അത് റെപ്രസെന്റ് ചെയ്യുന്നു, ആ ഒരു കീവേഡിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ഒരു 5 പോയിന്റ് എഴുതുന്നു. ദെൻ രണ്ടാമത്തെ കീവേഡ് എഴുതുന്നു, അതിനെന്ത് ചെയ്യുന്നു, ഒരു 5 പോയിന്റ്സ് എഴുതുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു സെഷനിൽ പറഞ്ഞതാണ്, ഈ UPSC കൊടുക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ 10 മാർക്കാണ് എന്നുണ്ടെങ്കിൽ അത് 5 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് 2 ഡിവിഷൻ ആയിട്ടല്ല എന്ത് ചെയ്യുന്നത്, UPSCയുടെ മാർക്ക് ഡിവിഷൻ എന്ന് വരുന്നത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ട്രക്ചർ എന്തായിരുന്നു, ഇറ്റ് വാസ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ UPSCയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് 12.5 മാർക്കുള്ള ഒരു ക്വസ്റ്റിന് UPSC മാർക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് പാർട്ടിന് 7 + 5.5 എന്നാണ്. അത് ഈ ഒരു ചോദ്യത്തിന് കൊടുത്തിട്ടുള്ളതാണ്. That is, an essential condition to eradicate poverty is to liberate the poor from the process of the deprivation. അത് ഒന്നാമത്തത്. Substantiate this statement with suitable example. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ഈ ചോദ്യത്തിന് അപ്രോച്ച് ചെയ്യാം. അതായത് ഫസ്റ്റ് പാർട്ട് തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാണ്, എന്നിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന 5.5 മാർക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എത്രത്തോളം എക്സാമ്പിൾസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് UPSCയുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കിന്റെ ഡിവിഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത്, വൈ ആർ ദ ട്രൈബൽസ് ഇൻ ഇന്ത്യ റെഫേർഡ് ടു ആസ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇൻഡിക്കേറ്റ് മേജർ പ്രൊവിഷൻസ് എൻഷറിംഗ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ ദിയർ അപ്ലിഫ്റ്റ്മെന്റ്. സോ എന്തുകൊണ്ടാണ് ഈ ട്രൈബൽസിനെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് വിളിക്കുന്നത്? ഈ ഒരു കാര്യം നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4.5 മാർക്ക് കിട്ടും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു 8 മാർക്ക് കിട്ടും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് ഇവരെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് അഡ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 4.5 മാർക്കിന് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. പിന്നെ നിങ്ങളുടേത് വരുന്നത് 8 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യരുത്, ഒരു 5 അല്ലെങ്കിൽ എന്താ പറയാ ഒരു 6.5 എന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് പാർട്ടിനും സെക്കൻഡ് പാർട്ടിനും ഒരേ മാർക്ക് എന്നുള്ള രീതിയിൽ അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിന് അടുത്തത് ഈ ഒരു 12ാമത്തെ ചോദ്യം നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. വാട്ട് ഈസ് ദി ബേസിസ് ഓഫ് റീജിയണലിസം? Is it that unequal distribution of benefits of development on regional basis eventually promotes regionalism? Substantiate your answer. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് പാർട്ട് വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദ റീജിയണലിസം എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് പാർട്ടിന് UPSC റിലേറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻസ് ലൈക്ക് മാർക്ക് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, അതിന് 3.5 മാർക്കാണ് കൊടുക്കുന്നത്, രണ്ടാമത്തതിന് 9 മാർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പാർട്ടിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി എന്താവും, ഫസ്റ്റ് പാർട്ടിൽ ഒരു 3 പോയിന്റ്സ് എഴുതിയാൽ മതി, സെക്കൻഡ് പാർട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു 9 അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എനിവേ ലൈക്ക്
ഒരു 7 to 8 പോയിന്റ്സ് എന്ത് ചെയ്യണം, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 9 കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. ഫസ്റ്റത് 3-ലാണ്. 3 നമുക്ക് എന്ത് ചെയ്യും, ഒരു 3 പോയിന്റ് എഴുതിയാൽ തന്നെ ലൈക്ക് 2 മാർക്സോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാലിഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു 10 പോയിന്റ് എഴുതിയിട്ടും കാര്യമില്ല, നമുക്ക് മാക്സിമം 3 മാർക്ക് വരെ കിട്ടുള്ളൂ. ബട്ട് ആസ് വെച്ച് 3 മാർക്ക് UPSC കൊടുക്കാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ അവിടെ തന്നെ എത്തും, ഒരു 2.5 വരെ എത്തും. അപ്പൊ നമ്മൾ 3 പോയിന്റ് എഴുതി കഴിഞ്ഞാലും 10 പോയിന്റ് എഴുതി കഴിഞ്ഞാലും ഇവിടെ വരുന്ന ഡിഫറൻസ് 0.5 മാർക്കാണ്. അതുകൊണ്ടാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് UPSCയുടെ പാറ്റേൺ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ UPSC എങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ കൊടുക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് UPSC 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള മാർക്ക് ഡിവിഷൻ ആണ്. 2016 GS പേപ്പർ 1 നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മാർക്ക് ഡിവിഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം കാണാം. ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യനും ഈ പറഞ്ഞൊരു മാർക്ക് ഡിവിഷൻ തന്നിട്ടില്ല. 9, 10, 11, 12 ഈ 3 ക്വസ്റ്റ്യൻസിന് മാത്രം തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അത് മനസ്സിലാക്കണം എന്ന് UPSCക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ ഒരു മാർക്ക് ഡിവിഷൻ തന്നത്. ഓക്കെ, സോ ബാക്കി നമ്മൾ നമ്മുടെ ആ ഒരു ലോജിക്കൽ പെർസെപ്ഷനിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ UPSCയുടെ ആൻസർ കൊടുക്കേണ്ടത്. കാരണം UPSCക്ക് എല്ലാത്തിനും എന്ത് ചെയ്യായിരുന്നു, ഈ പറഞ്ഞ മാർക്ക് ഡിവിഷൻ തരായിരുന്നു, പക്ഷെ തന്നിട്ടില്ല. കാരണം എന്താണ്, അത് നമ്മുടെ കോമൺ സെൻസ് കൂടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ചോദ്യം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഏത് ഭാഗത്ത് എംഫസിസ് കൊടുക്കണം, ഏത് ഭാഗത്താണ് എംഫസിസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് ആയിരിക്കണം നമ്മൾ കൂടുതൽ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നത് നമ്മുടെ ലോജിക്കൽ അല്ലെങ്കിൽ കോമൺ സെൻസിൽ നിന്ന് നമ്മൾ തിങ്ക് ചെയ്തെടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് UPSC പിന്നെ എന്ത് ചെയ്യാഞ്ഞത്, ഈ പറയുന്ന മാർക്ക് ഡിവിഷൻ നമുക്ക് തരാതിരുന്നത്. അതും ഈ പേപ്പറിൽ 4 ചോദ്യത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു മാർക്ക് ഡിവിഷൻ തന്നിട്ടുള്ളൂ എന്നതും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ആൻസർ സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിന്റെ ഓരോ ആൻസറിന്റെയും ഓരോ ഭാഗത്തിന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഒന്നാമത് ഈ പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്ട്രക്ചർ എന്താണെന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പാറ്റേണിനും ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്നിട്ട് നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. നമുക്ക് ആ സമയത്ത് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് UPSCയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പഠിക്കുക. ഏതൊക്കെ രീതിയിലാണ് UPSC ചോദിക്കുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു 5-6 പാറ്റേണിൽ മാത്രമാണ് UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ 5-6 പാറ്റേണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു 6 ടൈപ്പ് എന്ത് ചെയ്യാം, സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കും. അപ്പൊ ക്വസ്റ്റ്യന്റെ നേച്ചർ ഏതാണെന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും, കണ്ടന്റ് കയറ്റും, ആൻസർ എഴുതും. ഓക്കെ, അപ്പൊ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നെ ഒരു കൺസേൺ വരില്ല.